ഊരിപ്പിടിച്ചു നിൽക്കുന്ന വാളും പിടിച്ചു നിൽക്കുന്ന ആളുകൾക്കിടയിലൂടെ നബി തങ്ങൾ പോയി. അവർക്ക് കണ്ടില്ല. എന്റെ ഖുർആൻ ഓതൂ, നിങ്ങളെ ഞാൻ സംരക്ഷിക്കാം. അള്ളാഹുവിന്റെ വാഗ്ദാനം. അപ്പൊ ഖുർആൻ ഓതേണ്ടതുപോലെ ഓതിയാൽ അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷൻ, അള്ളാഹുവിന്റെ സംരക്ഷണം നമ്മൾക്കുണ്ടാകും. പക്ഷെ എങ്ങനെയാണ് ഇത് ഓതേണ്ടത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാനായ അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു, ഇസ്ലാമിക ചരിത്രത്തിൽ മനോഹരമായ ഒരു ചരിത്രമുണ്ട്. മഹാനായ അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു, അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു, രണ്ടുപേരും അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ യുദ്ധം കഴിഞ്ഞ് മദീനയിലേക്ക് മടങ്ങി പോവുകയാണ്. മദീനയിലേക്ക് പോകുമ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് ഒരു സ്ഥലത്ത് ഇങ്ങനെ തമ്പടിക്കുന്നത്. ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്തു, തമ്പടിച്ചു. അപ്പൊ ചോദിച്ചു, അല്ല, നിങ്ങളിൽ ഇന്ന് വാച്ച്മാനായി നിൽക്കാൻ, ഇന്ന് നമ്മുടെ ഈ ടെന്റിനെ, ഈ ക്യാമ്പിനെ നിങ്ങൾക്കിടെ കാവൽക്കാരായി നിൽക്കാൻ ആരെങ്കിലും തയ്യാറാണോ? രണ്ടുപേര് ചാടി എണീറ്റു. നബിയേ, ഞങ്ങൾ തയ്യാറാണ്. ആരാണ്? ഒന്ന് അബ്ബാദ് ബിൻ ബിശ്ർ, രണ്ട് മഹാനായ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു. രണ്ടുപേരും നബി തങ്ങൾ പറഞ്ഞു, ഏതൊക്കെ സമയത്ത് ആരൊക്കെ നിൽക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ. അപ്പൊ മഹാനായ അബ്ബാദ് തങ്ങൾ പറഞ്ഞു, രാത്രിയുടെ ആദ്യ പകുതി ഞാൻ നിൽക്കാം, രണ്ടാമത്തെ പകുതി നിങ്ങൾ നിൽക്കണം. യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരാൻ, ആ യുദ്ധത്തിൽ തോറ്റുപോയ സൈന്യം തിരിച്ചു വന്ന് മഹാന്മാരായ പ്രവാചകന്മാരെ ആക്രമിക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് രണ്ട് കാവൽക്കാരെ വെച്ച് മഹാനായ നബി തങ്ങൾ ഉറങ്ങാൻ കൊടുക്കുന്നത്. അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമ്മാരെ, നീ ഉറങ്ങിക്കോളൂ, ഞാൻ എന്റെ സമയം കഴിഞ്ഞാൽ നിന്നെ വിളിക്കാം. രാത്രിയുടെ രണ്ടാമത്തെ പകുതിയിൽ എണീറ്റാൽ മതി. എല്ലാരും ഉറങ്ങി. കൂർക്കം വലിക്കാൻ, നിശയുടെ നിശബ്ദത, കൂരിരുട്ടിൽ, ആ ശ്മശാന മുഖതയിൽ പച്ചിലകളും മരങ്ങളും കല്ലുകളും അള്ളാഹുവിന്റെ വേണ്ടി തസ്ബീഹ് ചൊല്ലുന്നത് പോലെ മഹാനായ അബ്ബാദ് തങ്ങൾക്ക് തോന്നാണ്. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ഭൂമിയിലുള്ള സകലമാന വസ്തുക്കളും ആകാശങ്ങളിലുള്ളവരും അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. എന്തിനേറെ, ഈ ചരൽ കല്ലുകൾ വരെ അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. നമ്മുടെ വീട്ടിന്റെ മുറ്റങ്ങളിലുള്ള മരങ്ങളിലുള്ള ചില്ലകളിലുള്ള ഓരോ ഇലകളും അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. നമ്മളത് കേൾക്കുന്നില്ല, നമ്മളത് അറിയുന്നില്ല. എന്തിനേറെ പറയണം, അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്, ഭൂമിയിലുള്ള എല്ലാ ആളുകളും ആകാശങ്ങളിലുള്ള എല്ലാ ആളുകളും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നത് നബിയെ അങ്ങ് കാണുന്നില്ലേ? നബി തങ്ങളത് കണ്ടിട്ടുണ്ട്, നമ്മൾക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം ആ കണ്ണ് ആ കാണാൻ പറ്റുന്ന കണ്ണായി മാറിയിട്ടില്ല. സൂര്യൻ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. വൽ ഖമറു, ചന്ദ്രനും സുജൂദ് ചെയ്യുന്നുണ്ട്. വൽ ജിബാലു, പർവ്വതങ്ങളും സുജൂദ് ചെയ്യുന്നുണ്ട്. മരങ്ങളും സുജൂദ് ചെയ്യുന്നുണ്ട്. എല്ലാവരും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നത് നബിയെ അങ്ങ് കാണുന്നില്ലേ? നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? സൂര്യൻ സുജൂദ് ചെയ്യുന്നുണ്ടെന്നാണ് ദിനേന. ചന്ദ്രൻ സുജൂദ് ചെയ്യുന്നുണ്ട്. മരങ്ങൾ, നമ്മുടെ വീട്ടിന്റെ മുറ്റങ്ങളിലുള്ള മരങ്ങളും കോഴികളും മൃഗങ്ങളും ആടുകളും പശുക്കളും അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്നുണ്ട്. ഇത് പറയുന്നത് ഞാനല്ല, ഇത് അള്ളാഹുവിന്റെ വചനമാണ്. നമ്മളത് കണ്ടിട്ടില്ല, കാണാനുള്ള കണ്ണായിട്ടില്ല. ഇത് കാണാനോ? ഇത് കാണാൻ എളുപ്പ വഴിയുണ്ട്. ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും കാണാം. സൂര്യൻ സുജൂദ് ചെയ്യുന്നത് കാണാം, മരം സുജൂദ് ചെയ്യുന്നത് കാണാം, കല്ല് തസ്ബീഹ് ചൊല്ലുന്നത് കാണാൻ. വളരെ സിമ്പിളാണ്. പക്ഷേ അതിലനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. എന്ത് വേണം? മസാല അബ്ദി ബിന്നവാഫിൽ യഖ്റുബു ഹത്താ അകൂന ലഹു യദൻ ഔ അർജുല. അല്ലേ? സുന്നത്ത് നിങ്ങൾ അധികരിപ്പിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് ഞാനായി മാറും. സുന്നത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുക. നിങ്ങളുടെ കണ്ണ് ഞാനായി മാറും. ഈ കണ്ണ് അള്ളാഹുവായി മാറിയാൽ ഇവിടെ കിടക്കുന്ന കല്ല് സുജൂദ് ചെയ്യുന്നത് കാണാൻ പറ്റൂല. ഇത് അള്ളയാണ്. ഈ കണ്ണ് റബ്ബിന്റെ കണ്ണാണ്. അള്ളാഹു കാണുന്നതൊക്കെ കാണാൻ ഈ കണ്ണിന് സാധിക്കും. എന്ത് വേണം? നിങ്ങൾ സുന്നത്ത് അധികരിപ്പിക്കണം. സുന്നത്ത് അധിഷ്ഠിതമായ ജീവിതം നിങ്ങൾ മുന്നോട്ട് നയിക്കണം. എല്ലാം സുന്നത്ത് ജീവിതം തന്നെ സുന്നത്തിൽ അധിഷ്ഠിതമായാൽ പലതും നിങ്ങൾ കാണാൻ പറ്റും. ആകാശലോകങ്ങളിലുള്ള നിഗൂഢതകൾ അവിടെയുള്ള ഈ കണ്ണുകൊണ്ട് സുന്നത്തിൽ അധിഷ്ഠിതമായി ജീവിച്ചാൽ മതി. വളരെ സ്വഹീഹായ ഹദീസാണിത്. ഞാൻ എന്റെ വക പറയല്ല, അല്ലേ? നിങ്ങൾ എന്താ പറഞ്ഞത്? സുന്നത്ത് അധികരിപ്പിച്ചാൽ നിങ്ങളുടെ കണ്ണ് ഞാനായി മാറും, നിങ്ങളുടെ ചെവി ഞാനായി മാറും, നിങ്ങളുടെ കൈ ഞാനായി മാറും, നിങ്ങളുടെ കാല് ഞാനായി മാറും. അപ്പോഴാണ് ചില അള്ളാഹുവിന്റെ ഔലിയാക്കൾ കണ്ണ് കാണാത്ത ആളുടെ കണ്ണിൽ നിന്ന് തടവും ആ കണ്ണിന് കാഴ്ച ലഭിക്കുന്നത്. കാരണം ഈ കൈ അള്ളാഹുവിന്റെ കൈയാണ്. സുന്നത്ത് അധികരിപ്പിച്ചപ്പോൾ ഈ കൈ അള്ളാഹുവിന്റെ കൈയായി മാറി. ചില ആളുകൾ മന്ത്രിച്ചൂതുമ്പോ ക്യാൻസറിന് ശിഫ ലഭിക്കുന്നത് ഈ ചുണ്ട്, ഈ നാവ് റബ്ബിന്റെ നാവായി മാറി.
കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളെ കൽബകം എന്നോവാ. എന്തേ ഇത് പറഞ്ഞത്? മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് നിങ്ങളുടെ ഹൃദയങ്ങൾക്കകത്തളങ്ങടഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ എനിക്ക് കാണാമെന്ന് പറഞ്ഞത് വെറുതെയല്ല. ഈ കണ്ണ് റബ്ബിന്റെ കണ്ണായി മാറി. ഇത് അള്ളാഹുവിന്റെ കണ്ണാണ്. അള്ളാഹുവിന്റെ കണ്ണായ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക്, എത്ര ആളുകൾക്ക് ഇതൊരു 10 മണി വരെ പോകണമല്ലോ, 9:30 നിർത്തണം എന്നുള്ളതൊക്കെ വേല പറയുന്ന ആൾക്ക് കാണാൻ പറ്റും. നമ്മുടെ കണ്ണ് അള്ളാഹുവിന്റെ കണ്ണാവണം. എളുപ്പമാണ്. ചെറുപ്പക്കാരൊക്കെ ദീനിൽ അധിഷ്ഠിതമായി ജീവിക്കുക, സുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏതായാലും അദ്ദേഹം ഇങ്ങനെ മരങ്ങളും പച്ചിലകളും എല്ലാം അള്ളാഹുവിൽ തസ്ബീഹ് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് തോന്നി, ആരും കാണാത്ത, ആരും ശ്രദ്ധിക്കാത്ത ഒരു ഇരുട്ടിൽ അള്ളാഹുമായിട്ടൊന്ന് സംസാരിക്കല്ലേ, അള്ളാഹുമായിട്ടൊരു അഭിമുഖം, അള്ളാഹുമായിട്ടൊരു സംസാരം. പിന്നെ ഒന്നും ആലോചിച്ചില്ല, പതുക്കെ പോയി വുളൂ ചെയ്തു. എന്നിട്ട് ആ ശ്മശാന മൂകതയിൽ പതുക്കെ അള്ളാഹുവിന് കൈകെട്ടി. എന്നിട്ട് ഫാത്തിഹ ഓതി സൂറത്ത് ഓതാൻ തുടങ്ങി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ ഖയ്യിമൻ ലിയുൻദിറ ബഅസൻ شديدا من لدن ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا. മഹാനായ അബ്ബാദ് തങ്ങൾ ഓതി അൽ കഹ്ഫ് സൂറത്തിന്റെ മാധുര്യം ശരീരത്തിലേക്ക് കയറി. ഞാൻ ചോദിക്കട്ടെ, എന്നെങ്കിലും ഖുർആൻ ഓതുമ്പോൾ മനസ്സിലേക്ക് ഒരു ടേസ്റ്റ് ലഭിച്ചിട്ടുണ്ടോ? സിനിമ കാണുമ്പോഴുണ്ടാകുന്ന മാധുര്യം, കളി കാണുമ്പോഴുണ്ടാകുന്ന മാധുര്യം, സീരിയൽ കാണുമ്പോഴുണ്ടാകുന്ന മാധുര്യം, കാമുകന്മാര് സംസാരിക്കുമ്പോഴുണ്ടാകുന്ന ഒരു മാധുര്യം, പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോൾ എന്നെങ്കിലും നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണമുണ്ട്. ഓതേണ്ടതുപോലെ ഓതുന്നില്ല. അദ്ദേഹത്തിന് ഇത് വല്ലാതെ അങ്ങോട്ട് ആകർഷിച്ചു ഓതാൻ. ഓതിക്കൊണ്ടിരിക്കുമ്പോ ദൂരെ നിന്നൊരമ്പ് ശരീരത്തിലേക്ക് തുളച്ചു കയറാൻ, ശരീരത്തിലേക്ക് ഒരു അമ്പ് തുളച്ചു കയറി രക്തം വാർന്നൊലിക്കാൻ തുടങ്ങി. പക്ഷേ ഈ അൽ കഹ്ഫിന്റെ മാധുര്യത്തിൽ അദ്ദേഹം നിസ്കാരത്തിൽ നിന്ന് കൈയുപേക്ഷിച്ചില്ല. നമ്മളോ കൈകെട്ടാൻ പെട്ടെന്നാണ് ഒരു കൊതുകടിക്കുന്ന ഫാത്തിഹ ഓതുന്നത് പോലും അറിയാതെ കൊതുകടിച്ചാടി, അല്ലെങ്കിൽ പല്ലിങ്ങനെ ഒരു പ്രാണിയെ പിടിക്കാൻ പോവാൻ നമ്മളതിങ്ങനെ ഇമാം ഇങ്ങനെ ഓതാൻ, പല്ലിങ്ങനെ പ്രാണി പിടിക്കാൻ പോകുമ്പോൾ നമ്മളിങ്ങനെ നോക്കി പല്ലി അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇല്ലേ, സംഭവിക്കാറില്ല, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറില്ല ഈ സംഭവങ്ങൾ. എന്തേ നമ്മൾക്ക് അതിലൊരു മാധുര്യം ലഭിക്കുന്നില്ല? അതാണ് ഇദ്ദേഹം ഓതി. ഒന്നാമത്തെ അമ്പ് ശരീരത്തിലേക്ക് തുളച്ചു കയറി, ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ വാർന്നൊലിച്ചു കൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിന് ഈ ഖുർആനിനോടുള്ള, സൂറത്തുൽ കഹ്ഫിനോടുള്ള മാധുര്യം കൊണ്ട്, ആ ഒരു ടേസ്റ്റ് കൊണ്ട് നിസ്കാരത്തിൽ നിന്ന് കൈയുപേക്ഷിക്കാൻ തോന്നിയില്ല. ഞാൻ ചോദിക്കട്ടെ, റെയിൽ പാളത്തിലൂടെ കാമുകിയുമായി ഹെഡ്ഫോൺ വെച്ച് സംസാരിച്ചു കൊണ്ടുവരുന്ന ഒരാൾ പിന്നിലൂടെ വരുന്ന ട്രെയിനിന്റെ ചൂളം വിളി എന്തേ കേൾക്കാത്തത്? ട്രെയിൻ ഇങ്ങനെ വരാൻ, ചൂളം വിളിച്ചു വരാൻ, പക്ഷേ തന്റെ കാമുകിയുമായി സംസാരത്തിലും സല്ലാപത്തിലുമാണ്. പക്ഷേ ഈ ചൂളം വിളി കേട്ടില്ല. കാമുകിയുടെ ശബ്ദത്തെക്കാളും ഉച്ചത്തിലുള്ള പെരുമ്പറ മുഴക്കിക്കൊണ്ട് ട്രെയിൻ വരുമ്പോൾ കേൾക്കാതെ ആ ട്രെയിനിന്റെ അടിയിൽ വീണ് ചത്തുപോവാൻ, ട്രെയിനിന്റെ അടിയിൽ വീണ് മരിച്ചു പോവാൻ. എന്തേ? അവന്റെ മനസ്സ് കൂടുതൽ എൻഗേജ് ആയി കിടക്കുന്നത് കാമുകിയുമായി, അത്രയും ലയിച്ചു കിടക്കാൻ. അപ്പോൾ ട്രെയിനിന്റെ ശബ്ദം കേൾക്കൂല, അടിച്ചാലറിയില്ല, മോഷ്ടിച്ചാലറിയില്ല, ഒന്നും അറിയൂല. അതേപോലെ മഹാന്മാരായ സ്വഹാബാക്കൾ ഖുർആനിലേക്കുകയാണ്. ഒന്നാമത്തെ അസ്ത്രം ശരീരത്തിലേക്ക് തുറച്ചു കയറി രക്തം വാർന്നൊലിച്ചിട്ടും ഖുർആൻ ഉപേക്ഷിച്ചില്ല, വീണ്ടും ഓതാൻ. രണ്ടാമത്തെ അമ്പും രണ്ടാമത്തെ അസ്ത്രവും ശരീരത്തിലേക്ക് കയറി, ശരീരത്തിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകാൻ. വീണ്ടും ഓതാൻ തുടങ്ങി. മനോഹരമായി അദ്ദേഹം ഒച്ച പോലും വെക്കാതെ, നോക്കണം നിങ്ങൾ, പച്ച ഇറച്ചിയിലേക്ക് അസ്ത്രം തുളച്ചു കയറുമ്പോഴുണ്ടാകുന്ന വേദന. മീശ മുറിക്കുമ്പോൾ നമ്മുടെ കത്രിക കൊണ്ട് ചുണ്ടൊന്ന് മുറിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പത്തിരി ചുടുമ്പോൾ ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് ഒരു തീപ്പൊരി, ഒരു സ്പാർക്ക് കയ്യിലേറ്റാൽ എത്ര വിഷമമാണ് നമ്മൾക്കുണ്ടാകുന്നത്. പച്ച ഇറച്ചിയിലേക്ക് അസ്ത്രം തുളച്ചു കയറാണ്. മൂന്നാമത്തെ അസ്ത്രവും തുളച്ചു കയറി. ഞാനിപ്പോൾ മരിച്ചു വീഴുമെന്ന് പേടിച്ചപ്പോ തന്റെ നിസ്കാരത്തിൽ നിന്ന് കൈവേശിച്ചുകൊണ്ട് അമ്മാർ അമ്മാർ എന്ന് പറഞ്ഞ അമ്മാറിനെ വിളിക്കാൻ. എന്തു പറ്റി? നോക്കുമ്പോ ശരീരം മുഴുവനും രക്തം കൊണ്ട് കുടിച്ചിരിക്കുകയാണ്. എന്തു പറ്റി?
എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോ മഹാനായ അബ്ബാദ് തങ്ങൾ പറഞ്ഞു, അമ്മാറെ, ശരീരത്തിലേക്ക് ആരോ അമ്പ് ചെയ്ത് വിട്ടു. അന്ന് നേരത്തെ പറയാമായിരുന്നില്ലേ? അദ്ദേഹം പറഞ്ഞു, ഒരു തവണ, 2 തവണ, 3ാമത്തെ അമ്പ് എന്റെ ശരീരത്തിലേക്ക് തുളച്ചു കയറിയപ്പോ ഞാൻ പറയാനുള്ള കാരണം, ഞാനെങ്ങാനും മരിച്ചു പോയാൽ ആ കാപാലികൻ, ആ ശത്രു നേരെ ഈ ക്യാമ്പിലേക്ക് വന്ന് എന്റെ ഹബീബിനെ പോറിലേൽപ്പിക്കുമല്ലോ. ഹബീബിനോട് വാച്ച്മാനായി നിൽക്കാൻ പറഞ്ഞതല്ലേ? ഹബീബ് ഏൽച്ച ഉത്തരവാദിത്വം ചെയ്യാതെ മരിച്ചാൽ അത് പിഴവാവൂലേ? അതുകൊണ്ടാണ് ഞാൻ കൈവേക്ഷിച്ചത്. ആയിരക്കണക്കിനമ്പുകൾ എന്റെ ശരീരത്തിലേക്ക് 4 ഭാഗത്തു നിന്നും തുരുതുരാ എന്റെ ശരീരത്തിലേക്ക് കയറിയാലും ഈ സൂറത്തുൽ കഹ്ഫിൽ നിന്ന് ഞാൻ വിട പറയുമായിരുന്നില്ല എന്ന് പറയുമ്പോൾ ഇവർ ഖുർആനിൽ ലയിച്ചവരാണ്. നമ്മൾ ഖുർആൻ പേരിന് വേണ്ടി ഓതുന്നവരാണ്. എത്ര ഖുർആൻ ഓത്തുകാരാണ്, പക്ഷേ ഖുർആൻ അവരെ ശപിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മഹാന്മാര് പറഞ്ഞത് വെറുതെയല്ല. എന്തിനേറെ പറയണം എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, വളരെ ഗൗരവത്തോടെ കേൾക്കേണ്ട ഒരു ആയത്ത് ഞാൻ ഓതിത്തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറയാണ്, എങ്ങനെയാണ് നിങ്ങൾ ഖുർആൻ ഓതേണ്ടത്, എങ്ങനെയാണ് ഖുർആൻ ഓതേണ്ടത്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആനിലൂടെ പറഞ്ഞു തരികയാണ് എന്തിനാണ് ഈ ഖുർആനിനെ ഇറക്കിയത്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതി. ഇതിന്റെ ആയത്തുകളെ ചിന്തിക്കാനാണ് ഞാൻ നിങ്ങളിലേക്ക് ഖുർആൻ ഇറക്കിയത്. ലിയദ്ദബ്ബറു ആയാതി, ഇതിന്റെ ദൃഷ്ടാന്തങ്ങൾ ആലോചിക്കാനാണ്, ഇത് പഠിക്കാനാണ്, അല്ലാതെ ഖുർആൻ ഓതിവിടാനല്ല. ലിയദ്ദബ്ബറു ആയാതിഹി എന്ന് പറഞ്ഞാൽ ഓരോ ആയത്തുകളും സൂക്ഷ്മമായ പരിശോധന നടത്താനാണ്. ഉസ്താദേ, ഞാൻ പഠിച്ചില്ലല്ലോ, അത് പറയാൻ പറ്റൂല. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയൂലേ, നിങ്ങൾക്ക് ഹിന്ദി അറിയൂലേ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടില്ലേ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഹിന്ദി പഠിപ്പിച്ചിട്ടില്ലേ, എന്തേ അറബി പഠിപ്പിക്കാത്തത്? എന്റെ അറബി പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, പഠിക്കാനുള്ള സൗകര്യമുണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് മലയാളമേ അറിയുള്ളൂ, എനിക്ക് അറബി അറിയൂല എന്നൊരു എക്സ്ക്യൂസ് പറയാൻ പറ്റൂല. കാരണം എന്തുകൊണ്ട് പറയാൻ പറ്റൂല? പഠിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നിങ്ങൾ ഓതുന്ന സൂറത്തുൽ മുൽക്ക്, നിങ്ങൾ ഓതുന്ന സൂറത്തുൽ വാഖിഅ, മഹാന്മാരിൽ ചില ആളുകൾ പറയുന്നുണ്ട്, സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്താൽ പരിശുദ്ധമായ സൂറത്തുൽ മുൽക്ക് ഓതിയാൽ നിങ്ങൾക്ക് ആഖിറം രക്ഷപ്പെടാം. 2 സൂറത്തുണ്ട്. ഒരു സൂറത്ത് ഓതിയാൽ ആഖിറം രക്ഷപ്പെടാം, 2ാമത്തെ സൂറത്ത് ഓതിയാൽ ദുനിയാവും രക്ഷപ്പെടാം. അറിയൂലേ? 2 സൂറത്തുണ്ട്, ദുനിയാവും രക്ഷപ്പെടും, ആഖിറവും രക്ഷപ്പെടും. ഏത് സൂറത്തെന്ന് അറിയൂലേ? ആർക്കാ അറിയാത്തത്? പക്ഷെ ആരാണ് ഇവിടെ ഓതുന്നവർ? അവിടെയാണ് ചർച്ച. ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയൂലേ? ആഖിറം രക്ഷപ്പെടുന്ന സൂറത്ത് ഏതാ? സദസ്സ് കുറെ അപ്പുറത്താണ്. അതുകൊണ്ട് സദസ്സുമായി നല്ലൊരു ടച്ച്, ഒരു സമീപനം കിട്ടുന്നില്ല. ഏതാ ആഖിറം രക്ഷപ്പെടുന്ന സൂറത്ത്? ഏതാ ഉറക്കെ പറഞ്ഞോളൂ. സമയത്രയും കുറെ ആയോ? 9:22 സമയമുണ്ടല്ലോ ഇൻഷാ അല്ലാഹ്. ഏതാണ് ആഖിറം രക്ഷപ്പെടുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. നബി തങ്ങൾ പറഞ്ഞു, പരിശുദ്ധമായ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്ന ആളുകൾ ഖബറിൽ ശിക്ഷിക്കപ്പെടൂല, ഖബറിൽ ശിക്ഷിക്കപ്പെടൂല. എല്ലാവർക്കും പേടി, പഠിച്ചോനെ ഞാൻ ഖബറിലെത്തി എന്തായിരിക്കും എന്റെ അവസ്ഥ? അവിടെ രക്ഷപ്പെടാനാ പറയുന്നത്. ഡെയിലി സൂറത്തുൽ മുൽക്ക് ഓതിക്കോളൂ, ഒരു പേടിയും പേടിക്കേണ്ട, ധൈര്യമായിട്ട് പോവാൻ ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നത്. ഇത് എന്റെ വകയല്ല, ഇത് അല്ലാഹുവിന്റെ ഹബീബിന്റെ വകയാണ്. ഇത് അള്ളാഹു പറഞ്ഞ വിഷയങ്ങളാണ്. അള്ളാഹുവിന്റെ ഹബീബ് സ്വമേധയാ ഒന്നും പറഞ്ഞിട്ടില്ല. ആ ഹബീബാണ് പറയുന്നത്. ഖബർ ജീവിതം രക്ഷപ്പെടാൻ, ഖബർ ജീവിതത്തിൽ പ്രയാസങ്ങളില്ലാതിരിക്കാൻ മഗ്രിബിന്റെ ബാങ്ക് വിളിച്ചാൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം. എത്ര ഓതുന്ന ആളൊന്ന് കൈപൊക്കി നോക്കട്ടെ. മഗ്രിബ് നിസ്കാരത്തിന് ശേഷം സൂറത്തുൽ മുൽക്ക് ഓതുന്ന എത്ര ആളുണ്ട്? ഒന്ന് നോക്കി, എല്ലാവരും ഒന്ന് തിരിഞ്ഞു നോക്കി, എത്ര പേരുണ്ട് നോക്കിയേ, ഒന്ന് നോക്കി. ഇത് അറിയാഞ്ഞിട്ട് താഴ്ത്തി അൽഹംദുലില്ലാഹ്. എത്ര ആളെങ്കിലും ഉണ്ട് അൽഹംദുലില്ലാഹ്. ഉദാഹരണമുണ്ടോ? ഓതിക്കൂടെ? 5 മിനിറ്റ് മതി സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാൻ. വാട്സപ്പിൽ കളിച്ചിരിക്കുന്നില്ലേ? വന്ന ഗ്രൂപ്പുകളിലൊക്കെ ടെക്സ്റ്റുകൾ തുറന്നു നോക്കി ഫോർവേഡ് ചെയ്ത് ഫേസ്ബുക്ക് നിരന്തരമായി സ്ക്രോൾ ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് നോക്കാറില്ലേ? ഈ സമയം വേണ്ടല്ലോ ഒരു സൂറത്തുൽ മുൽക്ക് ഓതാൻ. ഇത് എനിക്ക് വേണ്ടിയാണോ? അല്ല നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടിയാണോ? അല്ല, ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ ആഖിറം രക്ഷപ്പെടാൻ നിങ്ങൾക്ക് ഹബീബിൽ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ഇത് തുടരണം. ഹബീബിൽ വിശ്വാസമുണ്ടെങ്കിൽ ഇത് മുത്ത ഹബീബ് ഒരു വിഷയം പറഞ്ഞാൽ അത് അതുപോലെ നടക്കുമെന്നതിൽ 100-ൽ 110% ഉറപ്പാണ്. ഒരു ഡൗട്ടുമില്ല വിഷയത്തിൽ.
നബി തങ്ങളാ പറഞ്ഞത്. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാം. എന്താണ് ഈ ഖബർ എന്ന് പറഞ്ഞാൽ? മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കരഞ്ഞു പോയ വീടാണത്. ഉസ്മാൻ തങ്ങൾ കരഞ്ഞു പോയില്ലേ? ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ. എത്ര പേര് ഞെട്ടുന്നുണ്ട്? അള്ളാഹുവിന്റെ മനോഹരമായ ഈ മസ്ജിദ് മാലിക് ദിനാറിലേക്ക് കടന്നു വരുമ്പോ ആദ്യമായി നമ്മുടെ കണ്ണിലേക്ക് കടന്നു വരുന്നത് വിശാലമായി നീണ്ടു കിടക്കുന്ന ഖബർസ്ഥാനല്ലേ. ആ ഖബർ കാണുമ്പോൾ എത്ര ആളുകൾ പേടിക്കുന്നുണ്ട്, എത്ര ലാഘവത്തോടെയാണ് നടന്നു പോകും, എത്ര നിസ്സാര ഭാവത്തോടെയാണ് നടന്നു പോകുന്നത്. പക്ഷേ ആ ഖബർ വിളിച്ചു പറയുന്നുണ്ട്, ഇന്ന് എത്ര അഹങ്കാരത്തോടെ നടന്നാലും നാളെ നിന്നെ എനിക്ക് കിട്ടാൻ പോകുന്നുണ്ട് എന്ന് ഖബർ വിളിച്ചു പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ലല്ലേ? നമ്മളത് തിരിച്ചറിഞ്ഞിട്ടില്ല. ഉസ്മാൻ തങ്ങളോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങളുടെ ഖബറിനെ കുറിച്ച് പറയുമ്പോൾ കേൾക്കുന്നത്? ഖബറിനെക്കാളും ഗൗരവമല്ലേ നരകം? ഖബറിനെക്കാളും ഗൗരവമല്ലേ മഹ്ശറ? ഖബറിനെക്കാളും ഗൗരവമല്ലേ സിറാത്ത്? നിങ്ങൾ എന്തിനാ ഈ ഖബറിനെ ഇങ്ങനെ പേടിച്ചു കരയുന്നത്? കേൾക്കണം. അപ്പോഴാണ് ഉസ്മാൻ തങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ മരിച്ചാൽ ഉഖ്റവിയായ ജീവിതത്തിന്റെ തുടക്കം കുറിക്കുന്നത് ഖബറിൽ വെച്ചാണ്. ആഖിറത്തിലേക്കുള്ള ജീവിതത്തിന്റെ പ്രാരംഭം കുറിക്കുന്നത് ഖബറിലാണ്. അവിടെ വിജയിച്ചാൽ പിന്നെ എല്ലാം വിജയമാണ്, അവിടെ തോറ്റാൽ പിന്നെ എല്ലാം തോൽവി തന്നെ, പിന്നെ എല്ലാം പരാജയം തന്നെ. അതുകൊണ്ട് ഖബറിനെ കുറിച്ച് പേടിക്കാനുള്ള കാരണം, ഞാൻ മരിച്ചിട്ട് ആദ്യം പോകുന്ന വീടാണ് ഖബറിടം. അവിടെ രക്ഷപ്പെട്ടാലേ എനിക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ. ആ ഖബറിടം രക്ഷപ്പെടാൻ മുത്ത ഹബീബ് പഠിപ്പിച്ചു തന്നത് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം. പക്ഷേ ചില മഹാന്മാര് പറയുന്നുണ്ട്, അർത്ഥം അറിഞ്ഞ് പാരായണം ചെയ്താലേ ഈ നിമിത്തങ്ങൾ പറഞ്ഞ ഓഫർ കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ പറയും ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോഴാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒന്ന് യൂട്യൂബിൽ ചെന്നാൽ മതി. സൂറത്തുൽ മുൽക്ക് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4, ഇങ്ങനെ പാർട്ട് 15, 16, 20 വരെ 20ഓളം പാർട്ടുകളായി ഖുർആനിന്റെ സൂറത്തുൽ മുൽക്കിന്റെ തഫ്സീറുകൾ. നിങ്ങൾക്ക് മലയാളം അറിയൂലേ? മലയാളത്തിൽ ക്ലാസ് എടുക്കുന്ന വാൽ യൂട്യൂബിലുണ്ട്. നിങ്ങൾക്ക് അറബി അറിയില്ലെങ്കിൽ മലയാളം അറിയൂലേ? ഇനി ഇംഗ്ലീഷ് അറിയൂലേ? ഏതെങ്കിലും ഒരു ലാംഗ്വേജ് അറിയൂലേ? അതുകൊണ്ടാണ് നിങ്ങൾ പരിശുദ്ധം. അപ്പൊ നിങ്ങൾ ചോദിക്കും, സമസ്ത പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഖുർആൻ ട്രാൻസ്ലേറ്റ് ചെയ്യരുത് എന്ന്. അത് പറയാനുള്ള കാരണം നിങ്ങൾക്ക് ഇപ്പൊ തിരിച്ചറിഞ്ഞു എന്ന് എനിക്ക് തോന്നുകയാണ് അല്ലെ? എന്തേ ഖുർആൻ ട്രാൻസ്ലേഷൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞത്? എന്തേ ഖുർആൻ പരിഭാഷപ്പെടുത്തരുത് എന്ന് സമസ്ത പറഞ്ഞത്? മഹാനായ ശംസുൽ ഉലമയെ പോലുള്ള ആളുകൾ പരിശുദ്ധമായ ഖുർആൻ വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ ചെയ്യരുത് എന്ന് പറഞ്ഞത് നമ്മൾ ഇന്ന് കേട്ടു സോഷ്യൽ മീഡിയയിലൂടെ. ചിദാനന്ദ സ്വാമി എന്ന് പറയുന്ന സ്വാമി പരിശുദ്ധ ഖുർആൻ ഇന്ത്യയിൽ നിന്ന് ബഹിഷ്കരിക്കാൻ, ഇന്ത്യയിൽ നിന്ന് വലിച്ചെറിയാൻ പെറ്റീഷൻ കൊടുത്ത കഥ പറയുന്നുണ്ട്. കാരണം ഈ ഖുർആനിൽ 300ഓളം സ്ഥലങ്ങളിൽ അമുസ്ലിമീങ്ങളെ വധിക്കാൻ പറയുന്നുണ്ട്. സ്വാമി പറയാൻ 300ഓളം സ്ഥലങ്ങളിൽ അമുസ്ലിമീങ്ങളായ ഹൈന്ദവ വിശ്വാസികളെ അടക്കം വധിക്കാൻ ഖുർആനിൽ പറയുന്നുണ്ട്. സത്യമാണല്ലോ, ഖുർആൻ അത് പറയുന്നുണ്ടല്ലോ, പറയുന്നില്ലേ? എവിടെ കണ്ടാലും കൊല്ലണമെന്ന് പറയുന്നില്ലേ? നിങ്ങളെ എങ്ങനെയാണോ അവർ വധിക്കുന്നത് അതേപോലെ നിങ്ങൾ അവരെയും വധിക്കണമെന്ന് പറയുന്നുണ്ട്. ഇവിടെയാണ് സുന്നത്ത് ജമാഅത്തിന്റെയും ബിദ്അത്തിന്റെയും ആശയങ്ങളിൽ പ്രത്യേകമായ ഒരു വിശദീകരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തേ ട്രാൻസ്ലേഷൻ വേർഡ് ബൈ വേർഡ് ചെയ്യണ്ട എന്ന് പറഞ്ഞത്? അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കാത്ത ആളുകളെ നിങ്ങൾ വധിച്ചു കളയണമെന്ന് വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ വായിച്ചതുകൊണ്ടാണ് ചിദാനന്ദ സ്വാമിക്ക് തെറ്റുപറ്റിയത്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാനൊരു മലയാള ട്രാൻസ്ലേഷൻ നോക്കി, രണ്ടാമത് വേറൊരു ട്രാൻസ്ലേഷൻ നോക്കി, മൂന്നാമത് മറ്റൊരു ട്രാൻസ്ലേഷൻ നോക്കി, ഇംഗ്ലീഷ് പരിഭാഷ ഞാൻ വായിച്ചു. എല്ലാറ്റിലും പറയുന്നത് കൃത്യമായി അമുസ്ലിമീങ്ങളെ ബഹുദൈവ വിശ്വാസികളെ വധിക്കാനാണ്. എന്നാൽ ആ സ്വാമിയോട് വളരെ സ്നേഹത്തിൽ പറയട്ടെ, ഖുർആൻ മുസ്ലിമീങ്ങളെ വധിക്കാൻ പറയുന്നുണ്ട്. ഏത് അമുസ്ലിമീങ്ങളെയാണ്, ഏത് സാഹചര്യത്തിലാണത് പറഞ്ഞത്? ഏത് സാഹചര്യത്തിലാ? ഇന്ത്യയിലുള്ള എല്ലാ മുസ്ലിങ്ങളെ വധിക്കാനാണോ? അല്ല, പിന്നെ ആരെ വധിക്കാനാണ്? അത് മക്കക്കാരായ മുശ്രിക്കീങ്ങൾ 13 വർഷക്കാലം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹു എന്റെ റബ്ബാണ്, മുഹമ്മദ് നബി എന്റെ പ്രവാചകനാണ്, കള്ളു കുടിക്കല്ലേ, വ്യഭിചരിക്കല്ലേ, ഹറാമ് തിന്നല്ലേ, കൊലപാതകം നടത്തല്ലേ, കുടുംബബന്ധം പുലർത്തണേ എന്നത് പറഞ്ഞതിന്റെ
പേരിൽ സ്ത്രീകളെ ജീവനോടെ കുഴിച്ചുമൂടല്ലേ എന്ന് മാത്രം നന്മ മാത്രം പറഞ്ഞതിന്റെ പേരിൽ 13 വർഷക്കാലം വളരെ നിഷ്ഠൂരമായി പീഡിപ്പിച്ചിട്ട് ജനിച്ച നാടിൽ ജീവിക്കാൻ അനുവദിക്കാതെ മദീനയിലെ കാട്ടി ഓടിച്ചിട്ട് ആ മദീനയിൽ പോലും സ്വസ്ഥതയോടെ ജീവിക്കാൻ അനുവദിക്കാതെ വന്നപ്പോ മഹാന്മാരായ സ്വഹാബാക്കൾ നബി തങ്ങളോട് ചോദിച്ചു, നബിയെ ഞങ്ങൾ തിരിച്ചടിക്കല്ലേ? സ്വന്തം നാട്ടിൽ നിന്ന് മദീനയിലേക്ക് പറഞ്ഞയച്ചു, എന്നിട്ട് ഇവിടെയും വന്നിട്ട് അവർ കുരുത്തക്കേട് കാട്ടാണോ? തിരിച്ചടിക്കല്ലേ? അപ്പോഴാണ് പറഞ്ഞത്, നിങ്ങൾ ആക്രമിക്കുന്ന ആളുകളെ നിങ്ങളും ആക്രമിച്ചോളൂ. ചില കരാറുകൾ നൽകിയിട്ടുണ്ട്, ഇനി ഒരിക്കലും മുസ്ലിമീങ്ങൾക്കെതിരെ യുദ്ധത്തിന് വരൂല എന്നും, എന്നാൽ മറ്റുള്ളവർ വന്നാൽ മുസ്ലിമീങ്ങൾക്കെതിരെ സഹായിക്കൂല എന്ന് ഉടമ്പടി ചെയ്ത ആളുകൾ ആ കരാറ് വാഗ്ദാനം ലംഘിച്ചപ്പോ അവരെ വധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളെ വധിക്കാനല്ല. ഒരാളെയും ബലമായി ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല, ഒരാളെയും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അപ്പൊ എന്താ പ്രശ്നം? എന്താ? ഖുർആൻ വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ എടുത്തപ്പോ ഇത് വായിക്കുന്ന മുസ്ലിമീങ്ങൾ തെറ്റിദ്ധരിക്കാൻ തുടങ്ങി. സത്യത്തിൽ അവിടെ സാഹചര്യം കൂടി പറയാനായിരുന്നു. ആരെയാണ് ഈ വധിക്കാൻ പറഞ്ഞത്, എന്ത് സാഹചര്യത്തിനാണ് പറഞ്ഞത്, അതും കൂടി ചേർത്താ മാഷാ അല്ലാഹ്. ഉദാഹരണം മഹാനായ ഇബ്നു കസീർ, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇവരുടെ തഫ്സീർ അതേപോലെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്ത കുഴപ്പമില്ല, ഈ പ്രശ്നങ്ങൾ ഉണ്ടാവൂല, ഇവർ തെറ്റിദ്ധരിക്കൂല. വേർഡ് ബൈ വേർഡ് ഖുർആൻ എന്താണോ പറഞ്ഞത് അതേപോലെ മലയാളത്തിൽ ട്രാൻസ്ലേഷൻ ഉണ്ടാക്കിയപ്പോ അതാണ് ബിദ്അത്തുകാർക്ക് പിഴച്ചത്, അതാണ് ഈ ചിദാനന്ദ സ്വാമിക്കും തെറ്റുപറ്റിയത്. അതുകൊണ്ട് മലയാള ട്രാൻസ്ലേഷൻ പഠിക്കുമ്പോൾ നമ്മൾക്കും തെറ്റുപറ്റി പോകും. അതുകൊണ്ട് അതിന്റെ ആഴത്തിലിറങ്ങണം.